പക്ഷെ നീ എന്ത് ഈ പറയണേ? എനിക്കൊന്നും പറ്റൂല. ആവശ്യത്തിന് കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു പരിചയമില്ല. നീ എന്ത്? ശരി, ഒരു ദിവസത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിർത്താം. എടാ, എനിക്ക് എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല. അച്ഛനും അമ്മ എന്നെ കൊല്ലും അവരറിഞ്ഞു കഴിഞ്ഞാ. സാക്ഷിയായിട്ട് അത് നീ വേറെ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ മതി. എനിക്കൊന്നും വയ്യ ഒപ്പിട്ട് തരാനൊന്നും. അതൊന്നും പറ്റൂല. ശരി ശരി ശരി. ഇത് വല്ലാത്ത കുരിശായാലോ ഭഗവാനെ. ഒരു പരിചയമില്ലാത്ത ആ പെണ്ണിനെ ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ച് നിർത്തും? അച്ഛനോടും അമ്മയോട് ഞാൻ എന്ത് പറയും? അവന് ഒളിച്ചോടാൻ കണ്ട സമയം. ഞാനാണെങ്കിൽ ചിരിച്ചിരിച്ചു മടുത്തു. ഗിരീഷാണ് അയച്ചത്. അവനിങ്ങനെയുള്ള തമാശകളൊക്കെ എല്ലാവർക്കും അയക്കുള്ളൂ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാലേ, പരിസരം മറന്ന് ഞാൻ ബാഗിൽ തന്നെ കോമഡി അല്ലേ? ഇന്നലെ നമ്മൾ അവസാനം അതേപോലെ ആവൂ. അയ്യോ, മോള് അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്ന അമ്മ കാലി വീഴുന്നു. റിങ്കിയുടെ കല്യാണത്തിന് ഞാൻ ആലോചിച്ചു എങ്ങാനും ഞാൻ അബദ്ധത്തിൽ ചെയ്യോ. എന്താ ചിരിക്കുന്ന രണ്ടുപേരും? മക്കളെ മറ്റേ ഒരു വീഡിയോ ഉണ്ടല്ലോ വൈറലായിട്ട് എല്ലായിടത്തും വാട്സാപ്പിലൊക്കെ വരുന്നത്. കല്യാണ പെണ്ണ് അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നു, അമ്മ ഉടനെ മോളുടെ കാലി വീഴുന്നു. പഴയ വീഡിയോ അല്ലേ? അത് തന്നെ. അച്ഛൻ ഇന്നലെ അത് സെൻഡ് ചെയ്ത് കൊടുത്തു. അച്ഛന് ഗിരീഷ് അങ്കിൾ അയച്ചു തന്നു. ബാങ്കിലെല്ലാരും കണ്ട് ചിരിയായിരുന്നു. അത് ഞാൻ അമ്മയോട് പറയായിരുന്നു. അയ്യോ അമ്മ. അച്ഛാ, അതെ, എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ഒരു ദിവസം ഇവിടെ നിക്കും. ആണോ? അവനെന്താ ഇങ്ങോട്ട്? ആരടി? ഏത് ഫ്രണ്ട് നിന്റെ? അത് വന്നിട്ട് മീനാക്ഷി. മീനാക്ഷിയാ? അതേത് ഫ്രണ്ട്? നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്റെ കൂടെ +2 വരെ പഠിച്ച ഫ്രണ്ട്. കൊറേ നാളുകൊണ്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാണ്ടിരുന്നേ. ഇപ്പോഴാണ് അവളുമായിട്ട് വീണ്ടും ഫോൺ വിളിക്കാനൊക്കെ തുടങ്ങിയത്. എന്തുവായിരുന്നു? അതാ അവള് ഇവക്ക് ഇവിടെ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ. അപ്പൊ ഇവിടത്തെ കാര്യം അല്ലേ? അല്ല, നിന്റെ സ്കൂളിൽ പഠിച്ചല്ലേ? സ്കൂളിൽ പഠിച്ചതാണ്. പക്ഷെ അവിടെ സ്ഥലം വന്നിട്ട് ഇടുക്കിയിലാണ്. ഓക്കെ. ഇപ്പൊ ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് എവിടെയാണോ ജോലി? ഇവിടെ ടെക്നോ പാർക്കില്. ടെക്നോ പാർക്കിലല്ലേ? പറയാമല്ലേ? പിന്നെ അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ അവനോടൊന്ന് വിളിച്ചു പറയട്ടെ എല്ലാം ഓക്കെ ആയിരുന്നു. അവനോടാ? അല്ലല്ല, അവള് ഞാനും പെട്ടെന്ന് വിചാരിച്ചു മീനാക്ഷി എന്ന് പറയുന്നത്. മൊത്തം ആമ്പിള്ളേരുടെ അല്ലേ എനിക്ക് കമ്പനി. പിള്ളേർ കുറച്ചല്ലേ ഉള്ളു. അപ്പൊ വായിലിങ്ങനെ അവൻ. ശരിയാണ്. ശരി, എന്നാ വിളിച്ചു പറയട്ടെ. അയ്യോ, പഴയ ഫ്രണ്ട്സിനെയൊക്കെ തിരിച്ചു കിട്ടുമ്പോ എന്തൊരു സന്തോഷമാണല്ലേ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനല്ലേ? എനിക്ക് ജീവനാണ്. എന്റെ പഴയ ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ രവിയോട്, ധന്യയെ പറ്റിയിട്ട്. മറ്റേ ധന്യ BS 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൾ എവിടെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നാളെ രമ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കെട്ടിച്ചു വിട്ടത് പാലക്കാടാണെന്ന്. എന്തെങ്കിലും ഒരു ദിവസം കോണ്ടാക്ട് വരുമായിരിക്കും. അവളാണെങ്കിൽ ഫേസ്ബുക്കിൽ ഒന്നുമില്ല. ഞാൻ തപ്പി നോക്കും, എന്നും നോക്കും. എവിടെ ആയിരുന്നാലും മണി കാണേണ്ടവരാണോ കറങ്ങി തിരിഞ്ഞ് വന്ന് കണ്ടിരിക്കും. ആ പ്രതീക്ഷയിലാണ് ഞാനും. ഒന്നും പേടിക്കണ്ട, ഒറ്റ ദിവസത്തെ കാര്യം ടെൻഷൻ അടിക്കാനാ. എന്റെ അച്ഛനമ്മയും കണ്ട സീനാണ്. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ദൈവമേ, എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണോ. ഇതേതാ ഈ തട്ടിട്ട്? ഇതാണ് മീനാക്ഷി. ഇതാ മീനാക്ഷി? എന്റെ യഥാർത്ഥ പേര് റസിയ എന്നാണ്. ഏട്ടൻ വിളിക്കണേ മീനാക്ഷി എന്ന്. എനിക്ക് വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ മീനാക്ഷി മാറ്റി. നാളെ രാവിലെ 10:30-ക്കാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാന നിമിഷം സാക്ഷ്യപ്പെടാൻ ആരെങ്കിലും വന്നില്ലെങ്കിൽ നീ വന്നേ പറ്റൂ. ചതിക്കരുത്. ഞാനാ? നീ കൂടുതൽ ഇവിടെ നിൽക്കാതെ പോവാൻ നോക്ക്. പോ മീനാക്ഷി മോളെ, ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ. അവളെ എല്ലാ ആവശ്യവും നീ നോക്കിക്കൊള്ളണം. ഒലിപ്പിക്കാതെ പോടാ. പോട്ടെ മോളെ, ഏട്ട പൊട്ടടി. ഞാൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നീ എവിടെയെങ്കിലും കാണും, പക്ഷെ ഇങ്ങോട്ട് വരരുത്. വാ. എന്തോന്നത്? കല്ല കൊറേ ഉണ്ടല്ലോ എന്റെ അകത്ത്. വീട്ടിലുള്ള എല്ലാ സാധനം എടുത്തോണ്ടാണ് വന്നേക്കുന്നത്. അത് പിന്നെ ഒളിച്ചോടാൻ പോവല്ലേ? അതുകൊണ്ട്
ഡ്രസ്സും ഗോൾഡും ഒക്കെ എടുത്തു. ഏട്ടന് ജോലി ആവുന്നവരെ ജീവിക്കണ്ടേ? ആ അപ്പൊ അവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലെന്ന് അറിയാല്ലേ? അത് പിന്നെ ജോലിയും കൂലിയും നോക്കി പ്രേമിക്കാൻ പറ്റുമോ? അതില്ല. പിന്നെ എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എന്റെ ഫ്രണ്ടാണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ്. അങ്ങനെ എന്നെ നിന്നോളനെ മാറ്റിയൊന്നും പറഞ്ഞേക്കരുത്. അവർക്ക് ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ പ്രശ്നമാവോ? പ്രശ്നമാവോന്നാ? നാളെ നിന്റെ രജിസ്റ്റർ മാരേജ് നടക്കാൻ പോകുന്നില്ല, അതിന് വരെ എന്റെ ശവം അടക്കമായിരിക്കും നടക്കാൻ പോകുന്നത്. അത് പിന്നെ ഈ തട്ടമൊക്കെ ഒന്ന് മാറ്റിക്കോ. ഞാൻ എന്റെ അമ്മയടുത്ത് പറഞ്ഞിരിക്കുന്ന മീനാക്ഷി എന്നാണ്. അപ്പൊ ഈ തട്ടമൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെന്താന്ന് ചോദിക്കും. ശരി, പെട്ടെന്ന് മാറ്റ്. വാ അകത്തോട്ട് പോവാ. പിടി കൊടുക്കല്ലേ? ഇല്ല. അച്ഛാ, മോളെ ആരാ വന്നിരിക്കാൻ നോക്കി? ആര് മക്കളെ? നിന്റെ ഫ്രണ്ടാ? ഇവിടെ വന്നിട്ടാണോ പെർമിഷൻ ചോദിക്കുന്ന ഫ്രണ്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട്? അതെല്ലാം പെട്ടെന്നായി പോയി അമ്മ. മീനാക്ഷി അല്ലേ? അയ്യോ, എന്റെ പേര് മീനാക്ഷി എന്നല്ല, റസിയ എന്നാണ്. അല്ല, ഏട്ടൻ വിളിക്കുന്ന പേരാ മീനാക്ഷി. ഏട്ടൻ സഹോദരനാണോ? ഏട്ടൻ സഹോദരൻ. മോളെ എപ്പോ പുറപ്പെട്ട് ഇടുക്കിന്ന്? ഇടുക്കിന്നോ? എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഇടുക്കിന്ന് പറഞ്ഞു ഇവള്. ഇവിടെ സ്ഥലം കൊട്ടാരക്കരയാണ്. പിന്നെ ബേസിക്കലി ഇവിടെ നാട് വന്നിട്ട് ഇടുക്കിയാണ്. ഇടുക്കിയാണ്. പിന്നെ അതെ അമ്മ, എന്തായാലും ഇവിടെ ഇത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ, അപ്പൊ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഞാൻ ഈ ബാഗൊക്കെ കൊണ്ട് മേളിൽ വെക്കാം. ശരി മക്കളെ ചെല്ലേ. മിടിക്കുക. അല്ല, ചായ ഒന്നും കൊടുത്തില്ല കൊച്ചിന്. നീ ഒരു കാര്യം ചെയ്യ്, ചായ അങ്ങോട്ട് കൊണ്ടുവിടും. എന്താ രണ്ടുപേരും കുറെ നാളിന് ശേഷമല്ലേ കാണുന്നത്, കുറെ കാര്യങ്ങളൊക്കെ പറയാൻ കാണും. നീ ചായ അങ്ങോട്ട് കൊണ്ടുവിടും. ഇതും കൂടെ കൊണ്ടുവരും. ഇരിക്കെ. ഇപ്പൊ എല്ലാം എന്റെ അമ്മ കണ്ടുപിടിച്ചേനെ. ഞാനിത് എന്തേലും അറിയുന്നോ? എന്തൊക്കെ പറഞ്ഞൊപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. ദൈവമേ, അമ്മയായിട്ട് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കായിരുന്നേനെ. അതെ, നിനക്ക് എങ്ങനെ അശ്വിനെ അറിയാം? ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട. ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു? സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി, പിന്നെ അത് വലുതായി. അതെ, നിങ്ങൾ എങ്ങനെ നേരിട്ട് കണ്ടേ? എന്നെ കാണാൻ വന്നു. എവിടെ? കൊട്ടാരക്കരയ്ക്ക്. കൊട്ടാരക്കര വരെ വന്നോ അവൻ? അതെ, ബസ്സിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ 3 ഇക്കാക്കമാരുണ്ട്. ഇക്കാക്കമാരുണ്ടോ? അവരൊക്കെ ഇത് അറിഞ്ഞാൽ വലിയ പ്രശ്നമാവൂലേ? അയ്യോ, ഇക്കാക്ക അറിഞ്ഞാൽ എന്നെ കൊല്ലും. അതെ, അശ്വിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വല്ല അറിയോ ഇത്? ഇല്ല. ബെസ്റ്റ്. നിങ്ങളുടെ പ്ലാൻ എന്താ? ഏട്ടൻ പറഞ്ഞത് ഏട്ടന്റെ ഫ്രണ്ട് ഉണ്ട് വയനാട്, അപ്പൊ കുറച്ച് ദിവസം നമുക്ക് അങ്ങോട്ട് പോയി താമസിക്കാന്നാ പറഞ്ഞേ. നന്നായി. അതെ, ഇങ്ങനെ ജീവിക്കൂന്ന് വല്ല വകുപ്പുണ്ടോ? അവനൊരു ജോലി പോലും ഇല്ല, അതറിയോ? ഏട്ടൻ എന്നെ പൊന്നുപോലെ നോക്കോളാന്നാ പറഞ്ഞത്. ഏട്ടന്റെ വിശ്വാസം. കൊള്ളാം. അതെ, ഈ പ്രേമിക്കുന്ന സമയത്തെ നമുക്ക് ഒളിച്ചോടാനൊക്കെ തോന്നും. ഒന്ന് ചിന്തിച്ചു നോക്ക്. കാര്യത്തോട് അടുക്കുമ്പോഴേ അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയാൻ പറ്റുമോ? അതറിയോ? അത് റിങ്കിക്ക് അറിയാത്തോണ്ടാ. റിങ്കിക്ക് സീരിയസ് ആയിട്ട് ഒരു അഫയർ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ബെസ്റ്റ്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു അഫയർ വന്നാലും ഞാൻ എന്റെ വീട്ടുകാരോട് പറയും. അത് എന്റെ അച്ഛനമ്മമാര് നടത്തി തരികയും ചെയ്യും. എനിക്കിങ്ങനെയൊന്നും ഒളിച്ചോടാനൊന്നും പറ്റിയൊന്നുമില്ല. എന്റെ വീട്ടുകാരങ്ങനെ അല്ലല്ലോ. ഹലോ, ചായ. എന്താണ് ഒളിച്ചോട്ടം കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്കഷൻ? ആരെങ്കിലും ഒളിച്ചോട്ടം പ്ലാൻ ഉണ്ടോ ഇവിടെ? അല്ല, എനിക്കങ്ങനെ കേട്ടതിൽ തോന്നി. ഇല്ലേ, കുഴപ്പമില്ല, എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, നിങ്ങൾ സംസാരിച്ചിരുന്നോ? മോളെ, രാത്രി ചപ്പാത്തി മതിയോ കഴിക്കാൻ? എന്തായാലും മതി. ചോറ് നിർബന്ധം ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെയൊന്നും ഇല്ല. ചപ്പാത്തി മതിയല്ലോ? ചപ്പാത്തി മതി. ചപ്പാത്തിക്ക് ചപ്പാത്തി. നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഓക്കെ. ഇപ്പൊ കേട്ടിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ഞാനും പേടിച്ച്. കൂടി ഇല്ല, പിങ്കിമോള് പാറവിള പോയിരിക്കല്ലേ,
അവള് രാമൻ നാളെ മറ്റന്നാളെ ഇങ്ങോട്ട് വരുമ്പോ അവന്റെ കൂടെ വരാന്ന് പറഞ്ഞു. മണിക്കൂട്ട ഇങ്ങോട്ട് വാ എന്നാ. ആ ശരി ശരി മണിക്കൂട്ട. എന്ത് മണി? ആ കൊച്ചിനെ കണ്ടിട്ടേ എന്തോ ഒരു പന്തികേട്. നിനക്ക് തോന്നിയാ? എനിക്കും തോന്നി. എന്താ അറിയുമോ, ഈ ഇന്റർവ്യൂവിന് വരുന്ന കൊച്ചു വലിയ 2 ബാഗ് നിറയെ സാധനമായിട്ട് പറഞ്ഞു. ആണല്ലോ അല്ലേ? എനിക്ക് തോന്നിയത് ഇത് മാത്രമല്ല, ഞാൻ ചായം കൊണ്ട് മുകളിലോട്ട് പോയപ്പോ 2 കൂടെ കൊന്നു എടുത്തോണ്ടിരിക്കുന്നു. കല്യാണം ഒളിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്റെ അനക്കം കേട്ടപ്പോ നിർത്തി കളഞ്ഞു. മണി അല്ല മണി, അങ്ങനെയാണെങ്കിൽ റിങ്കി മോള് നമ്മുടെ അടുത്ത് പറയായിരിക്കും. അവളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചാവുന്ന ടൈപ്പാണ്. ഫ്രണ്ട്സിന്റെ കാര്യമൊന്നും നമ്മളോട് പറയൊന്നുമില്ല. എന്റെ പിങ്കി മോളെ വിലയെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ശരിയാണ്, അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഫുൾ ഇൻഫർമേഷൻ കിട്ടിയാ നമുക്ക്. CID പണിക്ക് ഇനി എന്താ ചെയ്യാനേ? എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇങ്ങനെ ഒരു സംശയം ഉള്ള കാര്യം അവരെ അറിയണ്ട. അതെ, അത് നന്നായിട്ട് വാച്ച് ചെയ്യാം. റിങ്കി പക്ഷെ എന്തോ ഒരു സംതിങ് റോങ്. ഉറപ്പ്. അല്ലേ, ഇതെന്തു പറ്റി നിശബ്ദരായിട്ടിരിക്കുന്നേ? പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയപ്പോ ഒരു സന്തോഷമില്ലേ? കൊറേ കാര്യങ്ങളൊക്കെ പറയില്ലേ നിങ്ങക്ക്? അത് പിന്നെ അമ്മ ഒരുപാട് കാര്യം പറയാനുള്ളതുണ്ട്. മനസ്സിലെല്ലാം കൂടി തിങ്ങി നിറച്ചു വെച്ചിട്ട് ഇപ്പൊ എന്താ പറയണ്ടേന്ന് അറിയാതെ ഞങ്ങൾ അങ്ങ് സൈലന്റ് ആയിപ്പോയി. ബെസ്റ്റ്. സൈലന്റ് ആവുന്നൊക്കെ കൊള്ളാം, പക്ഷെ പറയേണ്ട കാര്യങ്ങളെ ശബ്ദം ഉയർത്തി തന്നെ പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തരാ. മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞങ്ങള് മൊത്തം 4 പേരാ. ഞാൻ പെൺകുട്ടിയായിട്ട് ഒരാളേ ഉള്ളൂ. പിന്നെ 3 ചേട്ടന്മാരുണ്ട്. ഇവക്ക് 3 ചേട്ടന്മാരും ഒറ്റ അനീതിയാണോ? അടിപൊളി. എന്ത് സ്നേഹമായിരിക്കും അല്ലേ അവർക്ക്? ഭയങ്കര സ്നേഹമാ. അപ്പം വീട്ടിലെ ചെല്ല കിളിയാണ്. അതെ, കൊഞ്ചിച്ച് വളർത്തിയ മോളായിരിക്കും അല്ലേ? എന്റെ വീട്ടിലെ ചെല്ല പെണ്ണാണ് ഞാൻ. എന്റെ അമ്മ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ മരിച്ചുപോയി. അപ്പൊ എന്റെ അച്ഛനും എന്റെ ചേട്ടനും കൂടിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ശരിക്കും പറഞ്ഞ എന്നെ കൊഞ്ചിച്ചതും താലോലിച്ചതും ഒക്കെ എന്റെ ഏട്ടനാണ്. പറഞ്ഞിട്ടില്ലേ ഇവള്? മണിക്കൂട്ടമാവനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലിരുന്ന സമയത്ത്. മണിക്കൂട്ടൻ ചേട്ടനെ ഞാനെന്ന് പറഞ്ഞാൽ മരിക്കും. ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ ജീവിതം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും ഇത്രയും വലിയ പെൺപിള്ളേരെ അമ്മയായെങ്കിലും എൻ്റെ വീട്ടിൽ എത്തുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയോ. അത്ര സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി എന്നെ കൊഞ്ചിക്കും. അപ്പൊ അതുപോലെ തന്നെ അറിയുമല്ലേ മോളെ? ചേട്ടന്മാര് വലിയ സ്നേഹമാണ്. നമ്മളെല്ലാവർക്കും വലിയ കാര്യമാണ് എന്നെ. ആണല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരിനെ അങ്ങോട്ട് അതിൽ 100 ഇരട്ടി തിരിച്ച് സ്നേഹിക്കണം എന്ന് പറയും. അല്ലേ? അതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം. നമ്മളെ സ്നേഹിക്കുന്നവരെ നല്ലോണം സ്നേഹിക്കുക, അവർക്ക് വേണ്ടി അങ്ങോട്ട് ജീവിക്കുക. വാക്ക് കൊണ്ട് പോലെ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഗതി വിട്ടില്ല. എനിക്കറിയാം ആന്റി, അതൊന്നും ഓർക്കാതെ ഞാൻ ചാടി പുറപ്പെട്ടെ. ഇതൊക്കെ അറിഞ്ഞ ഒരു ചങ്ക് പൊട്ടി ചാവും. മണി, ആ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ? എന്തോ അമ്മ എനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അത് കുഴപ്പമില്ല മണി, അത് വിട്ടേക്ക്. വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കല്ലേ, എന്റെ വിഷമമായിരിക്കും. അതൊന്നും അല്ല. റിങ്കി സത്യം പറ, എന്താണ് കൊച്ചിന്റെ പ്രശ്നം? എന്തോ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ല അവൾ എന്റെ ഫ്രണ്ടാണ്, മീനാക്ഷിയാണെന്ന്. പിന്നെന്താ മണി? ഇവള് കള്ളം പറയണ രവിയേട്ടാ. ഇവള് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. ഇവളെ മുഖം കണ്ടാലും എനിക്കറിയാം. പറ, സത്യം പറ, ആരാണോ കൊച്ച്? എന്റെ ഫ്രണ്ട് തന്നെ ഇത്? അല്ല. പിന്നെ ഞാൻ സത്യം പറയാം, അവൾ എന്റെ ഫ്രണ്ട് അല്ല. പിന്നെ ആര്? മതി, എനിക്ക് നിങ്ങളുടെ കള്ളം പറയാൻ വയ്യ. പറ നീ തെളിച്ച്. അതെ, എന്റെ ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് ആണ് അവള്, അശ്വിന്റെ. ആ കൊച്ചിപ്പോ എന്തിനു വന്ന ഇവിടെ? അത് അവളുടെ രജിസ്റ്റർ മാരേജ് നാളെ. അപ്പൊ അശ്വിൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഒരു ദിവസത്തേക്ക് അവൾ ഇവിടെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഞാൻ ഓക്കെ പറഞ്ഞു. അവളുടെ വീട്ടുകാരറിയാതെ ഇറങ്ങി പോന്നേക്കുന്നതാണോ അത്? ദൈവമേ മണി, ഇത് എന്തോന്ന് മോളെ ഇത്? എന്ത് എത്ര ധൈര്യമാണ് നീ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും ശരിയാവൂല, അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലൂന്ന്. പക്ഷെ അവൻ എന്റെ അടുത്ത് ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞത്. അല്ല, അതിന് ആ കുട്ടി കല്യാണ പ്രായമായോ? അതൊക്കെ ആയി. എങ്കിൽ പിന്നെ മോളെ ഇത് കുടുംബത്തിൽ പറഞ്ഞ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നടത്തിയാ പോരായിരുന്നോ? അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ. എന്റെ ചേട്ടന്മാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം അറിയോ? നിനക്ക് വലിയ പ്രശ്നമാവും.
ചേട്ടാ ഇത് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് എങ്ങനെയെങ്കിലും തന്നെ വീട്ടിൽ എത്തിക്കണം. നീ എഴുതേക്ക് മണി. അയ്യോ വേണ്ട, അത് ഭയങ്കര പ്രശ്നമാവും. മിണ്ടരുത് നീ. നീ വന്ന മണി. എല്ലാം കോളമായി. മണി വന്നേ വന്നേ. മോളെ മോളെ, നീ എന്ത് പണിയാ ഒപ്പിച്ചത്? വീട്ടുകാർ അറിയാതെ ഇറങ്ങി പോകുന്നതാണോ? അവിടെ എന്തൊക്കെ പുകലുണ്ടാവും എന്ന് അറിഞ്ഞൂടെ നിനക്ക്? അതാ ആന്റി ഞാനിപ്പോ ആലോചിക്കുന്നു. മോളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് രണ്ട് വീട്ടുകാരും അറിഞ്ഞ് അവരുടെ അനുഗ്രഹത്തോടു കൂടി നടത്തണം. അല്ലെങ്കിൽ ഒന്നും ശാശ്വതല്ല മോളെ. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അശ്വിൻ മോളുടെ വീട്ടുകാരോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ആന്റി, ഏട്ടന് പേടിയാ. ദാ, ഈ വെടിത്തൊണ്ടന്റെ കൂടെയാണോ മോളെ ഇറങ്ങി തിരിച്ചത്? ആലോചിക്കണ്ടേ ഇതൊക്കെ? ഒരു കാര്യം ചെയ്യ്, മോൾ ഇപ്പൊ തന്നെ മോളുടെ വീട്ടിലേക്ക് പോണം. എന്നിട്ട് വീട്ടുകാരോടൊക്കെ കാര്യം പറയും. ആണെങ്കിൽ ഞങ്ങളും വന്ന് സംസാരിക്കാം. ഒരു കാര്യം ചെയ്യും, അങ്കിൾ ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം. എന്നിട്ട് മോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്താൻ നോക്ക്. ഒരു കാര്യം ചെയ്യാം, അങ്കിളും കൂടെ വരാം. എന്താ മണി? അച്ഛാ നീ വേണ്ടത് റിങ്കി, അങ്കിളും ആന്റിയും പറയുന്നത് ശരി. ഞാൻ ഇപ്പൊ തന്നെ പോവുക. ഇല്ലേലും എന്റെ ഉപ്പയും ഉമ്മയും ഇക്കക്കന്മാരും എന്നെ കാണാതെ ഒത്തിരി വിഷമിക്കും. കണ്ടോ, ഇത്രയെങ്കിലും അതിന് ബോധവത ഉണ്ടായി. കണ്ടോ, നന്നായി മോളെ, അതാണ് വേണ്ടത്. മോള് പെട്ടെന്ന് റെഡിയാവും. ഇത് വല്ലാത്തൊരു പണിയായി പോയല്ലോ. ഞാൻ അശ്വിൻ്റെ കൂടെ ഇനി എന്ത് പറയും? നീ അശ്വിനോട് ഒന്നും പറയണ്ട. പറയാനുള്ളതേ ഞങ്ങള് പറഞ്ഞോളാം. മണി, നീ ഒരു കാര്യം ചെയ്യും, ആ സാബുവിനെ വിളിച്ചിട്ടേ വണ്ടി ഒന്ന് കൊണ്ടുവരാൻ പറ. നമുക്ക് കൊണ്ടാക്കാം. എന്തോന്ന് മോളെ ഇതൊക്കെ ഇങ്ങനെ എടുത്തിയാടുന്ന കാര്യങ്ങൾ? എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാം കൂടെ എന്റെ തലയിലായി. എന്റെ തലയിൽ. വാ വാ ഇറങ്ങ. അതെ മോളെ, മോള് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്കിൾ കൂടെ വരാത്തത്. പൊയ്ക്കോളൂല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. താങ്ക്സ് ആന്റി. നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കാരണം എന്റെ വീട്ടുകാർ വിഷമിച്ചേനെ. മോളെ, മോളുടെ വീട്ടുകാരെ മോൾക്ക് നല്ലത് വരാനേ ചിന്തിക്കുള്ളൂ, അല്ലേ? അപ്പൊ മോളൊരു കാര്യം ചെയ്യും, അശ്വിനടുത്ത് പറ വീട്ടിൽ വന്ന് സംസാരിക്കാൻ. അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പറ. ആദ്യമൊക്കെ കുറച്ച് പൊട്ടലും ചിരിലൊക്കെ ഉണ്ടാവും, എന്നാലും അവർ സമ്മതിക്കും, ഉറപ്പാണ്. ശരി അങ്കിള്, അവരുടെ സമ്മതത്തോടെ മതി ഇനി എനിക്കൊരു ജീവിതം. അതാണ്. വീട്ടിലേക്കല്ലേ പോന്നേ? വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ബുദ്ധിയൊന്നും കാണിക്കരുത്. ഇല്ല ഇല്ല. സാബുവേ, പോയിട്ട് വിളിക്കണം കേട്ടോ. ഇവിടെ വന്നിട്ട് സെറ്റില്ല. അയ്യോ, അശ്വിൻ വിളിക്കുന്നു. കട്ടി. അല്ലെങ്കിൽ താ, ഞാൻ സംസാരിക്കാനുണ്ട്. അത് വേണോ? താ കൊച്ചേ, താ അറ്റൻഡ് ചെയ്തിട്ടാ. മീനാക്ഷിയോ? മീനാക്ഷിയുടെ വീട്ടിലുണ്ട്. ആ, നിനക്ക് മീനാക്ഷിയെ കല്യാണം കഴിക്കണമെങ്കിലേ അവളുടെ വീട്ടുകാരോട് പോയി സംസാരിക്കേ. അവര് നടത്തി തരും, നീ കൊള്ളാവുന്നവനാണെങ്കിൽ. കേട്ടല്ലോ, ഫോൺ കിട്ടിയതോ? ആ, ഇവിടെ വീട്ടുകാർ കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കി വളർത്തുന്ന പിള്ളേർ പറക്കം ഒറ്റാറാവുമ്പോഴേ ഇതേപോലത്തെ ഏതെങ്കിലും വന്ന് കൊത്തിക്കൊണ്ട് പോകും. വീട്ടുകാരെ പറ്റി ഒരു ചിന്തയില്ല. വീട്ടുകാരൊന്നും വേണ്ടല്ലോ എവനെങ്കിലും കണ്ടു കഴിഞ്ഞാ പിന്നെ. മക്കളെ, ഈ കല്യാണം മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി നടത്തണം എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്ത്? എന്റെ പൊന്നു മോളെ, കല്യാണം കഴിഞ്ഞാൽ ഇവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളും ഉണ്ടാവും ചിലപ്പം കുടുംബജീവിതത്തിൽ. അപ്പോഴേ ആരും ഇല്ലാതാവാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പം രണ്ട് വീട്ടുകാരും കാണും. പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇഷ്ടപ്പെടുന്ന ഒരാളെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഇങ്ങനെ കല്യാണം നടത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സന്തോഷം വേണോ വേറെ? സത്യം. അതൊക്കെ അച്ഛൻ പറഞ്ഞ ശരിയാ. പക്ഷെ എല്ലാ പാരന്റ്സും ഇതുപോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. അവരുടെ പിടിവാശിക്ക് എങ്ങനെയെങ്കിലും ഒത്ത് ജയിക്കണം. അതിനു വേണ്ടിയിട്ട് നിന്നു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ ഒളിച്ചോടാനേ അവർക്ക് പറ്റൂ, വേറെ വഴിയില്ല. അല്ലാത്തവര് കയറി അങ്ങ് ആത്മഹത്യ ചെയ്യും. ശരിയാണ്. അതെ, അതൊക്കെ പോട്ടെ. സപ്പോസ് എനിക്ക് ഒരാളുടെ ഇഷ്ടം തോന്നിയ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അങ്ങനെ ഇഷ്ടം തോന്നിയാ നീ ആദ്യം ഇത് ഞങ്ങളോട് കൃത്യമായിട്ട് പറയണം. അങ്ങനെ പറയുമ്പോ ആ ചെക്കൻ എങ്ങനെയുള്ള ആളാണെന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കും. കൊള്ളാവുന്നവനാണെങ്കിൽ, അവനൊരു കുടുംബം പോറ്റാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെട്ടിച്ചുവിടും. ശരി, ആ പയ്യൻ ഒരു പോർ ഫാമിലി പെട്ടതാണെങ്കിലോ? സാമ്പത്തികം മക്കളെ, അച്ഛനും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ. പക്ഷെ സ്വഭാവം നന്നായിരിക്കണം പയ്യന്റെ. പിന്നെ ഈ സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ, എന്തെങ്കിലും ഒരു നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കും. അതെ, അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും.
അങ്ങനെ ആ സ്റ്റാർട്ടപ്പ് ചെയ്ത് അവൻ കര കയറുമ്പോ ആ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അതേപോലെ തന്നെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം ഒന്ന് നടത്തി തരും. പോരെ? അല്ല ഇപ്പൊ ഇത് ചോദിക്കാനുള്ള കാര്യം ആളാരെന്ന് പറ. ആര് പറഞ്ഞ ആ ഒരാള് ഏത് ഏത് ഇപ്പഴാ? അയ്യേ അതൊന്നൊന്നുമില്ല. ഡീ, എന്ത് അങ്ങനെ ഒന്നും ഇല്ല അച്ഛാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് അമ്മയോട് തുറന്നു പറയൂലേ. അല്ല മണി, അങ്ങനെ ഉണ്ടേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചതിക്കുഴി ചെന്ന് വീഴല്ലേ, അത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടാ. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങളുടെ മക്കളെ.